4 തലമുറയിൽ ഒരു സർക്കിൾ പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. 4 തലമുറയിൽ. അത് ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നാമത്തെ തലമുറ ലുബ്ധൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിശുക്കൻ. ലുബ്ധൻ. മനസ്സിലായില്ലേ? എന്നെ എന്താ രൂക്ഷമായിട്ട് നോക്കണത്? ലുബ്ധൻ. ലുബ്ധൻ്റെ മകൻ ധനികൻ. കാരണം തുപ്പലം ഇറക്കിയതല്ലാതെ തുപ്പിയിട്ടില്ലല്ലോ. ലുബ്ധൻ 5 പൈസയ്ക്ക് പച്ചവെള്ളം പോലും കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കില്ലല്ലോ. എല്ലാം സമ്പാദിക്കുകയാണ്. അവൻ്റെ പേരാണ് ലുബ്ധൻ. അവനൊന്നും ചെലവഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൻ്റെ മകൻ ധനികൻ. ലുബ്ധൻ്റെ കുറേ സ്വഭാവം മകനും കാണും. അതുകൊണ്ട് അവനും കാര്യമായിട്ടൊന്നും ചെലവഴിക്കില്ല. അപ്പോൾ കുറേ കൂടെ സമ്പത്ത് വർദ്ധിക്കും. ധനികൻ്റെ മകൻ ധാരാളി. ധാരാളി. അവനെ സംബന്ധിച്ച് അവൻ ജനിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടായതിൻ്റെ വേദനയൊന്നും അവന് അറിയത്തില്ല. അതുകൊണ്ട് അവൻ ആഘോഷമായിട്ട് ധാരാളിത്തരം കാണിക്കും, ധൂർത്തടിക്കും, ജീവിതം ആസ്വദിക്കും. ധാരാളിയുടെ മകൻ ദരിദ്രവാസി. 4 തലമുറയിൽ സർക്കിൾ പൂർത്തിയായി. 5ാം തലമുറയിൽ എത്തുമ്പോൾ ദരിദ്രവാസിയുടെ മകൻ ലുബ്ധൻ. കാരണം അവന് വേറെ നിവൃത്തിയില്ല.